Hi students, in this session we are going to discuss two more applications of solar energy. One is solar furnace and the second one is solar greenhouse. Now normally a furnace is a structure in which a material can be heated to a very high temperature. ഏതൊരു വസ്തുവിനെയും വളരെ ഉയർന്ന ടെമ്പറേച്ചറിലേക്ക് ചൂടാക്കാൻ സഹായിക്കുന്ന ഒരു സ്ട്രക്ചറാണ് സോളാർ ഫർണസ്. ഈ ഹൈ ടെമ്പറേച്ചർ കിട്ടാൻ സോളാർ എനർജിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഫർണസിനെ നമ്മൾ സോളാർ ഫർണസ് എന്ന് വിളിക്കുന്നു. സോളാർ ഫർണസ് ഇസ് എ സ്ട്രക്ചർ ദാറ്റ് യൂസസ് കോൺസെൻട്രേറ്റഡ് സോളാർ പവർ ടു പ്രൊഡ്യൂസ് ഹൈ ടെമ്പറേച്ചർ. ഇത്രയും ഹൈ ടെമ്പറേച്ചർ കിട്ടാൻ നമ്മൾ പാരബോളിക് മിറേഴ്സോ അല്ലെങ്കിൽ ഹീലിയോസ്റ്റാറ്റ്സോ ഉപയോഗിക്കുന്നു. അങ്ങനെ നമ്മൾ സോളാർ റേഡിയേഷനെ ഒരു ചെറിയ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്ത് അവിടെ very high temperature attain ചെയ്യുകയാണ് ചെയ്യുന്നത്. The temperature at the focal point can be as high as 3500 degrees Celsius. ഒരു സോളാർ കുക്കറിൽ ഏറിപ്പോയാൽ 140 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാണ് കിട്ടുന്നതെങ്കിൽ അല്ലെങ്കിൽ അത്ര ഹൈ ടെമ്പറേച്ചറാണ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ in a solar furnace at the focal point you can get temperatures as high as 3500 degree Celsius. And such high temperatures can be used to generate electricity. It can be used to melt steel. It can be used for metallurgical purposes and various other industrial purposes. ഇത്രയും ഹൈ ടെമ്പറേച്ചറിനെ മറ്റു പല ഇൻഡസ്ട്രിയൽ ഉപയോഗങ്ങൾക്കും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. Now, what does a solar furnace consist of? It has two main components. One is a concentrator and the other is a single piece of large-sized heliostat or a system of a large number of heliostats. അതായത് ഒരു സോളാർ ഫർണസിന് രണ്ട് മെയിൻ കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് കോൺസെൻട്രേറ്റർ, അത് സോളാർ റേഡിയേഷനെ ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. മറ്റേത് ഒരു ഒറ്റ ഹീലിയോസ്റ്റാറ്റ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഓഫ് ഹീലിയോസ്റ്റാറ്റ്സ്. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ പല ദിശകളിൽ നിന്നും വരുന്ന സോളാർ റേഡിയേഷനെ അതൊരു പ്രത്യേക ദിശയിലേക്ക് ആക്കി മാറ്റുന്നു. പ്രത്യേക ദിശ എന്ന് വെച്ചാൽ നമ്മുടെ പാരബോയിഡൽ റിഫ്ലക്ടറിന്റെ അല്ലെങ്കിൽ ഈ കോൺസെൻട്രേറ്ററിന്റെ ഒപ്റ്റിക് ആക്സിസിനെ പാരലൽ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ വരുന്ന സോളാർ റേഡിയേഷനുകളെ ഈ ഹീലിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് ഈ പാരബോയിഡൽ റിഫ്ലക്ടറിന്റെ ഒപ്റ്റിക് ആക്സിസിനെ പാരലൽ ആക്കി മാറ്റുന്നു. അവരെല്ലാം ഈ പാരലൽ റേസ് എല്ലാം കൂടി ഒരു പ്രത്യേക പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്നു. ആ പോയിന്റിൽ അതിശക്തമായ അല്ലെങ്കിൽ വളരെ ഉയർന്ന ടെമ്പറേച്ചറുകൾ അറ്റൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. അപ്പോൾ ഇതാണ് രണ്ട് മെയിൻ കമ്പോണൻസ്. അതായത് there must be a collector of solar energy which will direct the solar energy towards the concentrator, and there must be a concentrator which will concentrate or focus the solar radiations to a very small point where the high temperature is attained. Okay. അപ്പോൾ ഈ ഹീലിയോസ്റ്റാറ്റുകൾ കണ്ടിന്യൂസ് ആയി എന്താ പറയുക സണ്ണിൻ്റെ ഡയറക്ഷൻ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. സണ്ണിൻ്റെ ദിശ മാറുന്നതനുസരിച്ച് ഹീലിയോസ്റ്റാറ്റുകളുടെ ദിശയും മാറാൻ സാധിക്കണം. സോ അങ്ങനെയാണെങ്കിൽ മാത്രമേ പല പല ദിശയിൽ വരുന്ന സോളാർ റേഡിയേഷനെ എല്ലാം തന്നെ കോൺസെൻട്രേറ്ററിലേക്ക് എത്തിക്കാൻ ഹീലിയോസ്റ്റാറ്റുകൾക്ക് സാധിക്കുള്ളൂ. സോ ഹീലിയോസ്റ്റാറ്റ് must have an accurate sun tracking mechanism associated with it. Okay, and the concentrators then focus the incoming rays at the target placed at its focus. അപ്പോൾ ഇതാണ് ഒരു സോളാർ ഫർണസിൻ്റെ യഥാർത്ഥ ചിത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫിഗേഴ്സ്, ഡയഗ്രംസ്. ഹീലിയോസ്റ്റാറ്റുകൾ സോളാർ റേഡിയേഷനെ പാരലാക്കി മാറ്റുന്നു. പാരലൽ റേസിനെ കോൺസെൻട്രേറ്റർ ഉപയോഗിച്ച് ഒരു ചെറിയ റീജിയനിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ഓക്കെ, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് എ സോളാർ ഫർണസ്? അപ്പോൾ നമ്മൾ സാധാരണഗതിക്ക് ഒരു സാധാരണ ഫർണസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഹൈ ടെമ്പറേച്ചർ
ഉണ്ടാക്കി കൊണ്ടുവരുമ്പോഴേക്കും അത് ഒരുപാട് പൊല്യൂഷനും കണ്ടാമിനേഷനും ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ ഉപയോഗിക്കുന്ന ഫ്യൂവൽ അനുസരിച്ച്. പക്ഷെ ഇവിടെ സോളാർ റേഡിയേഷൻ ആണ് ചൂടുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഫ്യൂവൽ എന്നതുകൊണ്ട് തന്നെ ദർ ഇസ് നോ കണ്ടാമിനേഷൻ. ഹീറ്റിംഗ് വിത്തൗട്ട് കണ്ടാമിനേഷൻ, ഈസി കൺട്രോൾ ഓഫ് ടെമ്പറേച്ചറിനെ ഏറ്റവും അധികം കൂട്ടാനും അഡ്ജസ്റ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. അത്രമാത്രം സോളാർ റേഡിയേഷനെ കോൺസെൻട്രേറ്റ് ചെയ്യാത്ത രീതിയിൽ ഹീലിയോസ്റ്റാറ്റുകളെ തിരിച്ചു വെച്ചാൽ യു ക്യാൻ റെഡ്യൂസ് ദി ടെമ്പറേച്ചർ. ദ വർക്കിംഗ് ഈസ് സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഹൈ ഹീറ്റ് ഫ്ലക്സ് നമുക്കിവിടെ കിട്ടുന്നു. പിന്നെ കണ്ടിന്യൂസ് ഒബ്സർവേഷൻ ഈസ് പോസിബിൾ. ദർ ഇസ് നോ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് അസോസിയേറ്റഡ് ഹിയർ. ഓൾ ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ദി സോളാർ ഫർണസ്. Disadvantage, again, it is limited to sunny days, that too for 4 or 5 hours only. Its cost is very high. Very high temperatures are obtained only for over a very very small area. ഈ വളരെ ഉയർന്ന ടെമ്പറേച്ചർ വളരെ ചെറിയൊരു ഏരിയയിൽ മാത്രമേ ലഭിക്കുള്ളൂ. അപ്പോൾ ഇതെല്ലാം സോളാർ ഫർണസിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു സണ്ണി ഡേയ്സ്, ഇറ്റ്സ് കോസ്റ്റ് ഈസ് വെരി ഹൈ, ആൻഡ് വെരി ഹൈ ടെമ്പറേച്ചേഴ്സ് ആർ ഒബ്റ്റെയിൻഡ് only over a very small area. Okay, so I hope solar furnace is clear to all of you. Next, what you have to learn is a solar greenhouse. Now, what is a greenhouse? Greenhouses are enclosures where a proper environment is provided for the growth and production of certain plants under adverse climatic conditions. വളരെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ, അങ്ങനെ അഡ്വേഴ്സ് ആയ വളരെ മോശപ്പെട്ട ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഉള്ള സ്ഥലങ്ങളിൽ ചെടികൾക്ക് വളരാനും ഫലങ്ങൾ നൽകാനും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ ഗ്രീൻ ഹൗസുകൾ ഉപയോഗിക്കപ്പെടുന്നു. ഈ ഗ്രീൻ ഹൗസ് അവർക്ക് സ്വസ്ഥമായി വളരാൻ വേണ്ട ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഒക്കെ നൽകി അവരെ നല്ല രീതിയിൽ വളരാൻ സഹായിക്കുന്ന സ്ട്രക്ചറുകൾ അല്ലെങ്കിൽ എൻക്ലോഷറുകളാണ് സോളാർ ഗ്രീൻ ഹൗസസ്. ഈ എൻക്ലോഷറിൻ്റെ ഉള്ളിലാണ്, അകത്താണ് ഈ ക്രോപ്സും വെജിറ്റബിൾസും ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒക്കെ വളരുക. ഓക്കെ, അപ്പോൾ ഇൻ കോൾഡ് കൺട്രീസ് വിന്റർ ഗ്രീൻ ഹൗസസ് provide supplementary heat to maintain the adequate temperature during cold months when സോളാർ ഇൻസുലേഷൻ ഈസ് ലോ. വരുന്ന സോളാർ റേഡിയേഷൻ്റെ അളവ് കുറയുന്ന തണുപ്പ് ഏറിയ മാസങ്ങളിൽ, തണുപ്പ് കൂടുതലുള്ള രാജ്യങ്ങളിൽ വിന്റർ ഗ്രീൻ ഹൗസസ് ഉപയോഗിക്കപ്പെടുന്നു. ഇതിൽ ഈ ഗ്രീൻ ഹൗസിനകത്ത് ചെടികൾക്ക് വളരാൻ വേണ്ട ഹീറ്റ് നിലനിർത്തിക്കൊണ്ട് ചെടികളെ നല്ല രീതിയിൽ വളരാൻ ഈ ഗ്രീൻ ഹൗസസ് സഹായിക്കുന്നു. എന്നാൽ ട്രോപ്പിക്കൽ രാജ്യങ്ങളിൽ വേർ ദി ടെമ്പറേച്ചർ ഇസ് ക്വൈറ്റ് ഹൈ, summer greenhouses are used to maintain low temperature and allow the crops to, or flowers or vegetables to grow, all those plants to grow properly. This is the picture of a greenhouse. A greenhouse designed to use solar energy to maintain the temperature is called a solar greenhouse. Okay, the temperature inside the enclosure, that is this temperature inside the greenhouse, if it is maintained using solar radiation, then it is known as a solar greenhouse. If natural means, without the use of any additional fuel, മറ്റു ഫ്യൂവലുകളൊന്നും ഉപയോഗിക്കാതെയാണ് ഇതിനകത്ത് എനർജി കളക്ട് ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും എന്നുണ്ടെങ്കിൽ അത്തരം ഗ്രീൻ ഹൗസുകളെ പാസീവ് ഗ്രീൻ ഹൗസ് എന്നും, മറ്റു ഫ്യൂവലുകളെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഈ കളക്ഷൻ, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി ചെയ്യുന്നതെങ്കിൽ അതിനെ ഒരു ആക്റ്റീവ് ഗ്രീൻ ഹൗസ് എന്നും വിളിക്കുന്നു. ദിസ് ഇസ് എ ടിപ്പിക്കൽ വിന്റർ ഗ്രീൻ ഹൗസ്. അതായത് സാധാരണഗതിയിൽ വിന്റർ വളരെ തണുപ്പുള്ള രാജ്യങ്ങളിലാണ് ധാരാളമായി ഗ്രീൻ ഹൗസസ് ഉപയോഗിക്കുന്നതായി കാണപ്പെടുന്നത്. അപ്പോൾ ദിസ് ഈസ് ദ പിക്ചർ ഓഫ് എ വിന്റർ ഗ്രീൻ ഹൗസ്. ഹിയർ ദ സൗത്ത് ഫേസിംഗ് വാൾ ആൻഡ് ദ റൂഫ് ഈസ് പ്രൊവൈഡഡ് വിത്ത് ഡബിൾ ഗ്ലേസിംഗ്. ഇത് ട്രാൻസ്പെറൻറ്റ് വാൾസ് ആണ്. ഇത് സൗത്ത്, ഇത് നോർത്ത്. സൗത്ത് ഫേസിംഗ് വാൾ ആൻഡ് റൂഫ് ഇത് രണ്ടും ദേ ആർ
transparent. The wall is transparent and the roof is transparent. Whereas the north facing wall is made of an insulator, insulating material with reflecting inner lining. പുറത്ത് ഇൻസുലേറ്ററും അകത്ത് ഒരു റിഫ്ലക്റ്റിംഗ് സർഫസും. അതെന്തിനാണെന്ന് വെച്ചാൽ സൺസ് റേസ് ഈ ട്രാൻസ്പെറൻറ്റ് വാളുകളുടെ റൂഫിൻ്റെ ഉള്ളിൽ കൂടെ വന്ന് ഈ റിഫ്ലക്റ്റിംഗ് സർഫസിൽ തട്ടി ചെടികളിലേക്ക് എത്തണം. അതിനു വേണ്ടിയിട്ടാണ് നോർത്ത് ഫേസിംഗ് വാളിൻ്റെ പുറം ഭാഗം ഇൻസുലേറ്ററും അകം ഭാഗം റിഫ്ലക്റ്റിംഗ് സർഫസും ആയിരിക്കും. ഓക്കെ, ആൻഡ് ദി എൻറ്റയർ ഫ്രെയിം ഈസ് മെയ്ഡ് ഓഫ് വുഡ്. പുറം ബാക്കി ഫ്രെയിമുകളെല്ലാം ഈ ഗ്രീൻ ഹൗസിൻ്റെ വുഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് എ ടിപ്പിക്കൽ സമ്മർ ഗ്രീൻ ഹൗസ്. സമ്മർ ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞാൽ ചൂട് അധികമുള്ള സ്ഥലങ്ങളിൽ ഗ്രീൻ ഹൗസിനകത്തും ചൂട് വളരെ ഏറെ ആയിരിക്കും. അപ്പോൾ ഈ ചൂട് കുറഞ്ഞ് നിർത്തുകയാണ് സമ്മർ ഗ്രീൻ ഹൗസിനകത്ത് ചെയ്യുന്നത്. ഹിയർ മോഡറേറ്റ് ടെമ്പറേച്ചർ ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ് ഇൻസൈഡ് ദി ഗ്രീൻ ഹൗസ്. സോ കൂൾഡ് എയർ ഇസ് സർക്കുലേറ്റഡ് ബൈ യൂസിങ് വെറ്റ് പാഡ്സ് ആൻഡ് ബ്ലോവർ ഇൻ ടു ദി ഗ്രീൻ ഹൗസ്. കൂളായ എയറിനെ സർക്കുലേറ്റ് ചെയ്യുന്നു, നല്ല രീതിയിൽ വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ ചില ലിമിറ്റഡ് സമയങ്ങളിൽ മാത്രം സൂര്യനെ കടത്തിവിടാൻ അനുവദിക്കുന്നു. അതായത് മോർണിംഗ്സിലും ഈവനിങ്ങിലും മാത്രം സോളാർ റേഡിയേഷൻ അകത്ത് കടക്കും. ബാക്കി നേരത്ത് സൂര്യരശ്മി അകത്ത് കടക്കാൻ ട്രാൻസ്പെറൻ്റ് ആക്കി ഉണ്ടാക്കിയ റൂഫിലും വോളിലുമെല്ലാം ഇൻസുലേഷൻ ബ്ലോക്സ് വെച്ച് മറ്റ് സമയങ്ങളിൽ സൂര്യരശ്മി അകത്ത് കടക്കാതിരിക്കാൻ നോക്കുന്നു. ഈ രീതിയിലെല്ലാം കൂൾഡ് എയർ സർക്കുലേറ്റ് ചെയ്തുകൊണ്ട് നല്ല വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ചില പ്രത്യേക സമയങ്ങളിൽ ഏർലി മോർണിംഗും ഈവനിങ്സിലും മാത്രം സോളാർ റേഡിയേഷൻ അഡ്മിറ്റ് ചെയ്തുകൊണ്ടും ഇതിനകത്തെ ടെമ്പറേച്ചർ കൂളായി പുറത്തേക്കാൾ അധികം കൂളായി നിലനിർത്തുന്നു. ഇതാണ് ഒരു ടിപ്പിക്കൽ സമ്മർ ഗ്രീൻ ഹൗസ്. ഓക്കെ, സമ്മർ ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞാൽ ചൂടുള്ള സ്ഥലങ്ങളിൽ ഗ്രീൻ ഹൗസിനകത്തെ ടെമ്പറേച്ചർ പുറമേ ഉള്ളതിനേക്കാൾ ചൂട് കുറച്ചുകൊണ്ട് നിലനിർത്താൻ ഉപയോഗിക്കുന്ന എൻക്ലോഷേഴ്സ്. അങ്ങനെ ചെടികളെ നല്ല രീതിയിൽ വളരാൻ അനുവദിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന എൻക്ലോഷേഴ്സ്. സോ ദിസ് ഇസ് എ ടിപ്പിക്കൽ സമ്മർ ഗ്രീൻ ഹൗസ്. Now these are all examples of greenhouses. This is an attached type. Together with the house, the greenhouse is constructed. And this is also the example of a greenhouse. See, it is also made as an extension of that house. Okay, not as a separate structure. These are all examples of attached type of greenhouses. So I hope solar furnace and solar greenhouse is clear to all of you. If you have any doubts, please do contact. Thank you.